ഡോക്ടർ ഇപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് പിന്നെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേർണി? ലൈക്ക് വാട്ട് വാസ് ദ ഡിഫറൻസ്? ഗവൺമെൻറ് എങ്ങനെ ഉണ്ടായിരുന്നു, പ്രൈവറ്റ് വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? സോ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇനീഷ്യലി ഇപ്പോൾ MBBS ചെയ്തത് ഗവൺമെൻറ് കോളേജിലാണ്. ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പം ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു MBBS ഗവൺമെൻറ് ചെയ്താലും പ്രൈവറ്റിന് ചെയ്ത് കഴിഞ്ഞാലും പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റിൽ ഫീസ് കുറച്ച് കൂടുതലുണ്ടായിരിക്കും. അപ്പം അതാണ് നമ്മൾ പ്രൈവറ്റിൽ ഒരു പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത്. ഇപ്പം ലൈക്ക് ഇപ്പം ഞാൻ രണ്ടിനും എക്സ്പീരിയൻസ് ചെയ്ത് പ്രൈവറ്റും ഗവൺമെൻറ് രണ്ടിലും എക്സ്പീരിയൻസ് ചെയ്താടുന്നതിലൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ രണ്ടിനും സർട്ടൻ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഒന്ന് മറ്റേനേക്കാളും നല്ലത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതെ അതെ. അപ്പം ഇപ്പോൾ ഗവൺമെൻറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരിക്കും, ഞാൻ അവിടെ ഒരു കുട്ടിനെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അയാൾ എത്ര പഠിക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അറിയാണ്ട് കുറച്ച് പഠിച്ചു. കാരണം അവിടെ എല്ലായിടത്തും കേസാണ്. നമ്മൾ വാർഡിൽ കേസാണ്, വാർഡിൽ സ്ഥലത്തായിട്ട് വരാണ്ടൊരു കേസാണ്, കാഷ്വാലിറ്റി. അതായത് ഇപ്പം പറഞ്ഞല്ലോ, എത്ര പാസീവായിട്ടൊരു കുട്ടികൾ നിന്ന് കഴിഞ്ഞാൽ അവർ അറിയാണ്ട് കുറച്ച് പഠിച്ചു, കാരണം ആ കേസിലോട് കാരണം. ഇനി പ്രൈവറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റിലൊരു മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോകോൾ ബേസ്ഡ് മാനേജ്മെന്റ് ആണ്. കാരണം അവിടെ റിസോഴ്സസ് ഒരിക്കലും ലിമിറ്റഡ് അല്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ പോലത്തെ ഒരു ഡെവലപ്പിംഗ് രാജ്യത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും റിസോഴ്സസിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാനേജ്മെന്റ് നമ്മൾ ആ റിസോഴ്സ് നമുക്ക് പൈസ കുറച്ച് കുറവായതുകൊണ്ട് മാനേജ്മെന്റിൽ നമുക്ക് അത് റെസ്ട്രിക്ഷൻസ് കാണിക്കേണ്ടി വരും. പക്ഷെ പ്രൈവറ്റിൽ ഒരിക്കലും അങ്ങനെയല്ല. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് പ്രോട്ടോകോൾ എന്താണോ അതനുസരിച്ചാണ് മാനേജ്മെന്റ് നടക്കുന്നത്. അപ്പം നമ്മളിപ്പം ഇനിയൊരു നെക്സ്റ്റ് ജനറേഷനിലോട്ടുള്ള ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് സാധനമാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ തോന്നിയിട്ടുണ്ട്.